Hi everyone, welcome to my channel Civil Tips and Tricks for Civil Engineers. എൻ്റെ വീഡിയോ ലെക്ചറർ ഗ്രേഡ് 1 എക്സാംസിനും KWA എക്സാംസിനും മീൻസ് കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാംസിനും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ കണ്ടിന്യൂഷൻ ആണ്. അതിന്റെ ബാക്കിയാണ് എടുക്കുന്നത്. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൽ പാർട്ട് 1. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എന്താണ്? എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് നമ്മൾ എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റൽസ്, ഓക്കെ, അതിന് പറയുന്നതാണ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. അത് വന്ന് മെറ്റൽസ്, സിറാമിക്സ്, ഓർഗാനിക്സ്. അതിൽ വന്നിട്ട് പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൽ നമ്മൾ നോക്കുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, തെർമൽ പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഫെറസ് മെറ്റീരിയൽസ് ആണ് നോക്കുന്നത്. ഓക്കെ, engineering materials are classified into metals, ceramics and organics. Engineering materials വന്നിട്ട് മെറ്റൽസ് ആയിട്ടും സിറാമിക്സ് ആയിട്ടും ഓർഗാനിക്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Metals are further classified into ferrous and non-ferrous metals. Okay, metals വന്നിട്ട് ഫെറസും നോൺ ഫെറസ് മെറ്റൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് ഫെറസ്, എന്താണ് നോൺ ഫെറസ്? ഫെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ മേജർ കോൺസ്റ്റുവൻ്റ് ആയിട്ട് കാണുവാണെങ്കിൽ അത് ഫെറസ് മെറ്റൽ ആയിരിക്കും. നോൺ ഫെറസ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ മേജർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അതിന് പറയുന്നതാണ് നോൺ ഫെറസ് മെറ്റൽസ്. മീൻസ് അയൺ അതിൽ കാണത്തില്ല. സ്റ്റീല്, പിന്നെ കാസ്റ്റ് അയൺ, ഇതിലെല്ലാം വന്നിട്ട് പിഗ് അയൺ, ഇതിലെല്ലാം വന്നിട്ട് മേജറായിട്ടും അയൺ ആയിരിക്കും മേജർ കോൺസ്റ്റന്റ് ആയിട്ട് കാണുന്നത്. പക്ഷേ കോപ്പർ, അലുമിനിയം, സിൽവർ ഇതിലെല്ലാം വന്നിട്ട് എന്താണ് അയൺ ഒരു മേജർ കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല. ഓക്കെ, അതാണ് പറയുന്നത് ഫെറസ് എന്ന് പറഞ്ഞാൽ അയൺ ഉള്ളതും നോൺ ഫെറസ് എന്ന് പറഞ്ഞാൽ അയൺ ഇല്ലാത്തതും. ഓക്കെ, മെറ്റൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് ഫ്രീ ഇലക്ട്രോൺസ് ടു ഗിവ് അപ്പ് ആൻഡ് ഫോം മെറ്റാലിക് ബോണ്ടിങ്. ഓക്കെ, മെറ്റൽസിൽ വന്നിട്ട് ഫ്രീ ഇലക്ട്രോൺസ് കാണും, ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് കാണും. അതിന് വന്നിട്ട് മെറ്റാലിക് ബോണ്ടിങ് കൊടുക്കും. ഓക്കെ, they are good conductors of electricity. അത് നല്ല ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനായിട്ട് സഹായിക്കാൻ വേണ്ടി മെറ്റൽസ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ അയൺ, അലുമിനിയം, കോപ്പർ, സിങ്ക് എക്സെട്ര. സിറാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are rock or clay mineral materials. Okay, they contains oxides, carbides, bromides etc. of various metals. Okay, they are non-metallic. സിറാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്ക് അല്ലെങ്കിൽ ക്ലേ മിനറൽ മെറ്റീരിയൽ ആയിരിക്കും. അതിൽ വന്നിട്ട് ഓക്സൈഡ്സ്, കാർബൈഡ്സ്, ബ്രോമൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞ സംഭവം കാണും. പിന്നെ അത് വന്നിട്ട് നോൺ മെറ്റാലിക് ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ സാൻഡ്, ഗ്ലാസ്, ബ്രിക്സ്, കോൺക്രീറ്റ്, പ്ലാസ്റ്റർ, റിഫ്രാക്ടറീസ് എക്സെട്ര. ഓക്കെ, ഓർഗാനിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് ലോങ് മോളിക്കുലർ ചെയിൻ കമ്പോസ്ഡ് ഓഫ് കാർബൺ കോമ്പൗണ്ട്സ്. അത് വന്ന് നല്ല ലോങ് മോളിക്കുലർ ചെയിൻ ആയിരിക്കും. അതിൽ കാർബൺ കോമ്പൗണ്ട്സ് ആയിരിക്കും മെയിൻ കോൺസ്റ്റന്റ് ആയിട്ട് കാണുന്നത്. എക്സാമ്പിൾ റബ്ബർ, പ്ലാസ്റ്റിക്, പേപ്പർ, വുഡ്, ഫ്യൂവൽസ്, ടെക്സ്റ്റൈൽസ്, എക്സ്പ്ലോസീവ്സ് എക്സെട്ര. ഓക്കെ, നമ്മുടെ എക്സാമ്പിൾ നമ്മൾ PVC നോക്കാം. PVC പോളിവിനൈൽ ക്ലോറൈഡ്, അതിൽ വന്നിട്ട് അത് പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, പോളിവിനൈൽ ക്ലോറൈഡിന് കാർബൺ കോമ്പൗണ്ട്സ്, ലോങ് മോളിക്കുലർ ചെയിനിൽ കാർബൺ കോമ്പൗണ്ട്സ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, അതൊരു ഓർഗാനിക്സ് കോമ്പൗണ്ട് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്: മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, തെർമൽ പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇതൊന്നൊന്നായിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ സ്ട്രെങ്ത് വരും, പിന്നെ സ്റ്റിഫ്നെസ് വരും, പിന്നെ മാൽബിലിറ്റി വരും, പിന്നെ ഡക്ടിലിറ്റി വരും. ഓക്കെ, പിന്നെ സ്റ്റിഫ്നെസ്സും വരും. ഓക്കെ,
അപ്പോൾ ആദ്യം നമുക്ക് സ്ട്രെങ്ത് എന്താണെന്ന് നോക്കും. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് എക്സ്റ്റേണൽ ലോഡ്സ് വിതൗട്ട് ഡിഫോർമേഷൻ. ഡിഫോർമേഷൻ വരാതെ ആ കൊടുക്കുന്ന എക്സ്റ്റേണൽ ലോഡ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന പ്രോപ്പർട്ടിക്ക് പറയുന്നതാണ് സ്ട്രെങ്ത്. എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഡിഫോർമേഷൻ അതിന് പറയുന്നതാണ് സ്റ്റിഫ്നെസ്. ഓക്കെ, ഡിഫോർമേഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന പ്രോപ്പർട്ടിക്കാണ് സ്റ്റിഫ്നെസ്. സ്റ്റിഫ്നെസ് നമുക്കൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. ഓപ്പൺ കോയിൽ ഹെലിക്കൽ സ്പ്രിംഗ് ഉണ്ടല്ലോ, അതിന് വന്നിട്ട് നമ്മൾ കംപ്രസീവ് ലോഡ് കൊടുത്തു കഴിയുമ്പം കുറച്ച് നേരം കഴിയുമ്പോൾ ആ ലോഡ് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ആ ലോഡ് കൊടുത്തു കഴിയുമ്പോൾ ആ സ്പ്രിങ് വന്നിട്ട് ചെറുതാവും. ഓക്കെ, കംപ്രസ്സായി അത് ചെറുതാവും. അത് കഴിഞ്ഞ് ലോഡ് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ പഴയ പൊസിഷനിലോട്ട് വരും. അതിന് പറയുന്ന പ്രോപ്പർട്ടിക്കാണ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ. ഡക്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു അണ്ടർഗോ ഡിഫോർമേഷൻ അണ്ടർ ടെൻസൈൽ ലോഡ്. ടെൻസൈൽ ലോഡ് കൊടുത്തു കഴിയുമ്പം അതിന് മീൻസ് നമ്മൾ എത്ര ടെൻസൈൽ ലോഡ് കൊടുക്കുന്നോ ആ ടെൻസൈൽ ലോഡിൽ നിന്ന് വരുന്ന ഡിഫോർമേഷന് പറയുന്ന പ്രോപ്പർട്ടിക്കാണ് ഡക്ടിലിറ്റി എന്ന് പറഞ്ഞാൽ. ദിസ് എനേബിൾസ് ദ മെറ്റീരിയൽ ടു മേഡ് ഇൻ ടു തിൻ ഷീറ്റ്സ്. ഓക്കെ, മെറ്റീരിയൽ വന്നിട്ട് ചെറിയ വയേഴ്സ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഡക്ടിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ ടു അണ്ടർഗോ ഡിഫോർമേഷൻ അണ്ടർ കംപ്രസീവ് ലോഡ്സ്. ഓക്കെ, കംപ്രസീവ് ലോഡ്സ് കൊടുക്കുമ്പം ആ ഡിഫോർമേഷൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മാലിബിലിറ്റി അല്ല ഡിഫോർമേഷൻ വരാൻ വേണ്ടിയിട്ടാണ് വരുന്ന പ്രോപ്പർട്ടിക്കാണ് മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഈ പ്രോപ്പർട്ടിയിൽ ആ മെറ്റീരിയൽ തിൻ ഷീറ്റ് ആക്കാനായിട്ട് സഹായിക്കും. അടുത്ത പ്രോപ്പർട്ടിയാണ് ഹാർഡ്നെസ്. ഹാർഡ്നെസ് നമ്മൾ ഈ ഒരു ടോപ്പിക് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് വന്നിട്ട് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. സ്റ്റോൺ മാഷനറിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോൺ മാഷനറി തന്നെ നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ടു റെസിസ്റ്റ് സ്ക്രാച്ചിങ്, അപ്രഷൻ, കട്ടിങ് എക്സെട്ര. നമ്മുടെ സ്റ്റോൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നഖം വെച്ച് സ്ക്രാച്ച് ചെയ്യൂലേ, ആ സ്ക്രാച്ച് ചെയ്യുമ്പം ഒരു ഇൻഡൻറ്റേഷൻ മീൻസ് അതിൽ മാർക്ക് വരാതിരിക്കുകയാണെങ്കിൽ അത് നല്ല ഹാർഡായ സ്റ്റോൺ ആണെന്ന് അർത്ഥം. ഓക്കെ, അതാണ് എബിലിറ്റി ടു റെസിസ്റ്റ് സ്ക്രാച്ചിങ്, അപ്രഷൻ, കട്ടിങ് എക്സെട്ര. ക്രീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു സസ്റ്റെയിൻ സ്റ്റഡി ലോഡ് ഫോർ ലോങ് പീരീഡ്. ഇറ്റ് ഈസ് ടൈം ഡിപ്പെൻഡൻറ്റ് ഡിഫോർമേഷൻ. ഓക്കെ, ഒരുപാട് നാളത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ ലോഡ് കൊടുക്കുന്ന ആ ഒരു വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി പറയുന്നതാണ് ക്രീപ്പ്. ഓക്കെ, അതൊന്ന് ടൈം ഡിപ്പെൻഡൻറ്റ് ഡിഫോർമേഷൻ ആയിരിക്കും. ഓക്കെ, ഇമ്പാക്ട് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് സഡൻ ലോഡ്സ്. ഓക്കെ, നമുക്ക് റോഡ് തന്നെ ഓർത്ത് വയ്ക്കാം. നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി നേരത്തെ നോക്കിയത് നിങ്ങൾ സ്റ്റോൺ മാഷനറി നോക്കിയാൽ ഇമ്പാക്ട് സ്ട്രെങ്ത് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇപ്പം നമ്മുടെ റോഡിൽ കൂടെ കുറച്ച് വണ്ടികൾ പോകാമെന്ന് വെച്ചാൽ അപ്പോൾ ഫ്ലെക്സിബിൾ പേയ്മെൻ്റ് ആണ് നമുക്ക് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ അതിൽ വന്നിട്ട് വണ്ടികൾ പോകുമ്പോൾ ടയർ വന്നിട്ട് പെട്ടെന്ന് ഇപ്പം ഒരു സോയിൽ ഗ്രെയിനിൽ നിന്ന് അടുത്ത സോയിൽ ഗ്രൈനിലോട്ട് പെട്ടെന്നായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇമ്പാക്റ്റ് കൊടുക്കും. ഈ ടയറിൽ നിന്ന് അവിടെ ആ ടയറിൻ്റെ താഴെയുള്ള സോയിൽ ഗ്രൈനിലോട്ട് ഇമ്പാക്റ്റ് കൊടുക്കും. അപ്പോൾ ആ ഇമ്പാക്റ്റ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെസിസ്റ്റ് ചെയ്യുന്ന സ്ട്രെങ്ത്തിന് പറയുന്നതാണ് ഇമ്പാക്റ്റ് സ്ട്രെങ്ത്. ഓക്കെ, ടഫ്നെസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ബെൻഡിങ് ആൻഡ് ടോർഷൻ വിതൗട്ട് ഫ്രാക്ചർ. ഓക്കെ, ഫ്രാക്ചർ വരാതെ ബെൻഡിങ്ങും ടോർഷനും വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് പറയുന്നതാണ് ടഫ്നെസ്. അടുത്തത് വന്ന് തെർമൽ പ്രോപ്പർട്ടീസ്. തെർമൽ എന്ന് പറഞ്ഞാൽ ഹീറ്റ് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഹീറ്റ്. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് the amount of heat required to raise the temperature of unit mass of substance per unit change. Okay, thermal expansion, the coefficient of thermal expansion is the change in dimension per unit original dimension per unit change in temperature. Okay, എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു 1 മീറ്റർ ക്യൂബ് ഒരു സബ്സ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ സബ്സ്റ്റൻസിന് നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണ്. ഹീറ്റ് കൊടുക്കുമ്പം ആദ്യത്തെ യൂണിറ്റ് ഉള്ള 1 മീറ്റർ ക്യൂബ്. ഓക്കെ, ആ 1 മീറ്റർ ക്യൂബിൽ ഡയമെൻഷൻ ചേഞ്ച് വരും. ഓക്കെ, ആ ഡയമെൻഷൻ ചേഞ്ച് പിന്നെ ടെമ്പറേച്ചർ കൊടുക്കുന്ന ഒരു ടെമ്പറേച്ചർ വന്നിട്ട് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. യൂണിറ്റ് ടെമ്പറേച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ 1 ജൂൾ, 2 ജൂൾ, 3 ജൂൾ അങ്ങനെ യൂണിറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടിരിക്കുമ്പം അതിന് വരുന്ന ചേഞ്ച് അതിന് പറയുന്നതാണ്
തെർമൽ എക്സ്പാൻഷൻ. തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് തെർമൽ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ത്രൂ എ മെറ്റീരിയൽ. എത്ര ഒരു മെറ്റീരിയലിൽ തെർമൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ആ റേറ്റിന് പറയുന്നതാണ് തെർമൽ കണ്ടക്ടിവിറ്റി. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിക്ക് പറയുന്നതാണ് കണ്ടക്ടിവിറ്റി, റെസിസ്റ്റിവിറ്റി, പിന്നെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി, ഇതൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം കണ്ടക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. കണ്ടക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി which enables the metal to conduct electrical current through it. ഇലക്ട്രിക്കൽ കറണ്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്രോപ്പർട്ടിക്ക് പറയുന്നതാണ് കണ്ടക്ടിവിറ്റി. ദിസ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ പാസേജ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ. ഫ്രീ ഇലക്ട്രോൺസ് ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലോട്ട് പാസ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്നതാണ് ആ പാസേജ് ഓഫ് ഇലക്ട്രോൺ ഉണ്ടാകുമ്പോഴാണ് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ടാകുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ ദിസ് മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, കണ്ടക്ടിവിറ്റിയിൽ ക്ലാസിഫൈ ചെയ്യാനുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നതാണ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലോട്ട് സ്പീഡായിട്ട് പാസ് ചെയ്ത് പോകും. ഓക്കെ, നന്നായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് പറയുന്നതാണ് കണ്ടക്ടേഴ്സ്. എക്സാമ്പിൾ അയൺ, കോപ്പർ, അലുമിനിയം ഒക്കെ കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് വന്ന് ഒട്ടും കടത്തിവിടത്തില്ല, അങ്ങനത്തെ ഉള്ള പ്രോപ്പർട്ടിക്ക് പറയുന്നതാണ് ഇൻസുലേറ്റേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കറണ്ട് കണ്ടക്ട് ചെയ്ത് വിടും, അതിന് പറയുന്നതാണ് സെമി കണ്ടക്ടേഴ്സ്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞ എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ റബ്ബർ, വുഡൊക്കെ ഇൻസുലേറ്ററിന് എക്സാമ്പിൾ. സെമി കണ്ടക്ടേഴ്സ് വന്നിട്ട് ഡയോഡൊക്കെ എക്സാമ്പിൾ ആണ്. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ബൈ വിച്ച് റെസിസ്റ്റ് ഇലക്ട്രിക്കൽ കറണ്ട് ത്രൂ ഇറ്റ്. ഈ ഇലക്ട്രിക്കൽ കറണ്ട് റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രോപ്പർട്ടിക്ക് പറയുന്നതാണ് റെസിസ്റ്റിവിറ്റി. ഓക്കെ, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ഇംപ്ലൈസ് ദ വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറും തോറും അതിൽ റെസിസ്റ്റൻസിനുണ്ടാകുന്ന വേരിയേഷന് പറയുന്ന പ്രോപ്പർട്ടിക്ക് പറയുന്നതാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അടുത്ത് വന്നിട്ട് തെർമോ ഇലക്ട്രിസിറ്റി. ഓക്കെ, when the junction of two dissimilar metal is kept at different temperature, small EMF is generated between them. ഓക്കെ, രണ്ട് ഡിസിമിലർ മെറ്റൽസ് വന്നിട്ട് ഒരു ജംഗ്ഷനിൽ കണക്ട് ചെയ്യാന്ന് വെച്ചു. അതിന് ടെമ്പറേച്ചർ വന്നിട്ട് വേറെ ടെമ്പറേച്ചർ, ഒന്ന് 0 ഡിഗ്രിയും ഒന്ന് 100 ഡിഗ്രിയാണ് വെച്ചു. അപ്പം ഡിസിമിലർ മെറ്റൽസ് എന്ന എക്സാമ്പിൾ നമുക്ക് അയണും കോപ്പറും എടുക്കാം. വേറെ സിമിലർ അല്ല, ഡിസിമിലർ മെറ്റൽസ് ആണ്. ഓക്കെ, അത് ഒന്ന് 0 ഡിഗ്രിയും ഒന്ന് 100 ഡിഗ്രി ആയിരിക്കും. ഇതിങ്ങനെ വെക്കുമ്പോൾ ആ ജംഗ്ഷനിൽ ചെറിയൊരു EMF ഉണ്ടാവും. ഓക്കെ, EMF എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ഉണ്ടാവും. ആ പ്രോപ്പർട്ടിക്ക് പറയുന്നതാണ് തെർമോ ഇലക്ട്രിസിറ്റി. ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ അഗെയിൻസ്റ്റ് ഹൈ വോൾട്ടേജ്. ഹൈ വോൾട്ടേജിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇൻസുലേറ്റിംഗ് കപ്പാസിറ്റി കൊടുക്കുന്ന പ്രോപ്പർട്ടിക്ക് പറയുന്നതാണ് ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. Permeability, it is the measure of easiness of a material can be magnetized. Okay, ഒരു മെറ്റീരിയൽ പെട്ടെന്ന് മാഗ്നറ്റൈസ് ചെയ്യുന്ന ആ ഒരു മെഷർമെൻറ്റിന് പറയുന്നതാണ് പെർമിയബിലിറ്റി. ഓക്കെ, വാക്യൂമിൽ പെർമിയബിലിറ്റി വന്നിട്ട് 1 ആണ്. ഓക്കെ, paramagnetic material, substances which weakly magnetized in same direction of the field when external magnetic field is called paramagnetic material. Okay, ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് വേറൊരു മെറ്റീരിയൽ അത് വന്നിട്ട് വീക്കായിട്ട് മാഗ്നറ്റൈസ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. എക്സാമ്പിൾ അലുമിനിയം, കാൽഷ്യം, മെഗ്നീഷ്യം, സോഡിയം, ടങ്സ്റ്റൻ എക്സെട്ര. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് വന്നിട്ട് substances which are magnetized in opposite direction of magnetic field when placed in an external magnetic field is called diamagnetic material. ഇപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാഗ്നറ്റൈസ് ആവുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. എക്സാമ്പിൾ സിൽവർ, കോപ്പർ, ഗോൾഡ്, ലെഡ്,
വാട്ടർ, മെർക്കുറി, ഹൈഡ്രജൻ, നൈട്രജൻ എക്സെട്ര. Ferromagnetic material എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ substances which strongly magnetized when it is placed in an external magnetic field is called ferromagnetic material. ഇപ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാഗ്നറ്റൈസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്നത്, ആ പ്രോപ്പർട്ടി വരുന്ന മെറ്റീരിയലിന് പറയുന്നതാണ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. എക്സാമ്പിൾ അയൺ, നിക്കൽ, കോബോൾട്ട് എക്സെട്ര. കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ് കൊറോഷൻ. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ബൈ വിച്ച് മെറ്റീരിയൽ റിയാക്ട്സ് വിത്ത് ദ എൻവിറോൺമെൻറ്റ് ആൻഡ് ഡിറ്റോറൽസ് ഇറ്റ്സെൽഫ്. ഓക്കെ, ഒരു മെറ്റീരിയൽ വന്നിട്ട് എൻവിറോൺമെൻറ്റിൽ നമ്മൾ എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ ആ മെറ്റീരിയൽ വന്നിട്ട് തന്നെത്താനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. മീൻസ് തന്നെത്താനെ ആ മെറ്റീരിയലിൽ നിന്ന് കുറച്ച് ഭാഗം അടർന്നു പോകും. ഓക്കെ, അതിന് പറയുന്നതാണ് കൊറോഷൻ. ഇറ്റ് ഈസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ക്യൂബ് എടുക്കുക, അപ്പോൾ അതിൻ്റെ 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ, അത് ഒരു ഡയമെൻഷൻ. പിന്നെ ഡെൻസിറ്റി, പിന്നെ പൊറോസിറ്റി, പിന്നെ സ്ട്രക്ചർ. ഓക്കെ, പൊറോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള പോർസ്, അതിനെപ്പറ്റി പറയുന്നതാണ് പൊറോസിറ്റി. അതിനെപ്പറ്റിയുള്ള ഇതിന് പറയുന്നതാണ് പൊറോസിറ്റി. അടുത്തൊന്ന് അലോയ്സ്. It is made by combining more than one metallic element. ഒരു എലമെൻറ്റിൻ്റെ കൂടെ വേറൊരു എലമെൻറ്റും കൂടെ കമ്പൈൻ ചെയ്ത് ഉണ്ടാവുന്ന ഒരു മെറ്റൽ, അതിന് പറയുന്നതാണ് അലോയ്. അലോയ്ക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാസ്, ബ്രോൺസ്, മോണൽ മെറ്റൽ, ഇതൊക്കെ അലോയുടെ എക്സാമ്പിളാണ്. ഇനി അടുത്തത് വന്നിട്ട് ഇമ്പോർട്ടൻറ്റ് അയൺ ഓർസ് ആർ മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ് എക്സെട്ര. ഫെറസ് മെറ്റീരിയൽസ്. ഫെറസ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അയൺ ഉണ്ടല്ലോ, അയൺ ഒരു മേജർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മേജർ എലമെൻ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ഒരു മെറ്റലിന് പറയുന്നതാണ് ഫെറസ് മെറ്റൽ. ഇമ്പോർട്ടൻറ്റ് അയൺ ഓർസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്. ഓക്കെ, ആദ്യം വന്നിട്ട് പിഗ് അയൺ. പിഗ് അയൺ വന്നിട്ട് നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിൽ ഉണ്ടാകുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ്, ആദ്യത്തെ പ്രോഡക്റ്റ് അയൺ ഓറിൽ നിന്ന് പ്രോസസ്സ് ചെയ്തിട്ട് വരുന്ന ആദ്യത്തെ പ്രോഡക്റ്റാണ് പിഗ് അയൺ. പിഗ് അയണിൽ നിന്നാണ് നമ്മൾ മറ്റുള്ള അയണിൻ്റെ ഫോംസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പിഗ് അയണിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. റോട്ട് അയൺ, കാസ്റ്റ് അയൺ, ഇതൊക്കെ ഉണ്ടാക്കുന്നത് പിഗ് അയണിൽ നിന്നായിരിക്കും. ഇത്രയും കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്തത് വന്നിട്ട് അയൺ അലോയ് കോമ്പോസിഷൻ, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസും കാണാം. ഓക്കെ, പിഗ് അയണിൻ്റെ കോമ്പോസിഷൻ, പിഗ് അയൺ എവിടെയാണ് ഉണ്ടാക്കുന്നത്? ബ്ലാസ്റ്റ് ഫർണസ്. ഓക്കെ, പിഗ് അയൺ വന്നിട്ട് റോ മെറ്റീരിയൽ ഫോർ അയൺ ആൻഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ ആണ് പിഗ് അയൺ. പിഗ് അയൺ വന്നിട്ട് ഏറ്റവും ഇംപ്യൂർ ഫോം ഓഫ് അയൺ ആണ്. ഓക്കെ, കാരണം അത് നമ്മുടെ ഓറ് വന്നിട്ട് റിഫൈൻ ചെയ്തിട്ട് അത് ബ്ലാസ്റ്റ് ഫർണസിൽ ചൂടാക്കി അത് ഉണ്ടാക്കുന്നതാണ് പിഗ് അയൺ. അതിൽ നിന്ന് ഉണ്ടാകുന്നതാണ് പിഗ് അയൺ. ഓക്കെ, ഈ പിഗ് അയൺ വന്ന് നല്ല ഇംപ്യൂർ മെറ്റൽ ആയിരിക്കും. പക്ഷെ ഇത് വന്നിട്ട് അയണും സ്റ്റീലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയലായിട്ട് പിഗ് അയൺ യൂസ് ചെയ്യും. ഓക്കെ, റോട്ട് അയൺ ആണ് പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ. ഓക്കെ, ഇത് ഉണ്ടാക്കുന്നത് പഡ്ലിംഗ് ഫർണസിലാണ് റോട്ട് അയൺ ഉണ്ടാക്കുന്നത്. പിന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യും, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യും, ബ്രിഡ്ജ് റെയിലിങ്സിൽ യൂസ് ചെയ്യും, സ്ലഡ്ജ് ടാങ്ക്സ്, പിന്നെ കണ്ടൻസർ ട്യൂബിലും യൂസ് ചെയ്യും. ഗ്രേ കാസ്റ്റ് അയൺ വന്നിട്ട് അയണിൻ്റെ കൂടെ സിലിക്കോണും കാർബണിൻ്റെയും ഒരു അലോയാണ് ഗ്രേ കാസ്റ്റ് അയൺ. ഓക്കെ, ഇതിൻ്റെ കൂടെ ലോങ് ഫ്ലേക്സ് ഓഫ് ഗ്രാഫൈറ്റും കാണും. കപ്പോള ഫർണസിലാണ് ഈ ഗ്രേ കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത് വന്നിട്ട് 2.5% കാർബൺ, സി എന്ന് പറഞ്ഞാൽ കാർബൺ ആണ്, എസ് ഐ എന്ന് പറഞ്ഞാൽ സിലിക്കൺ ആണ്. ഓക്കെ, 0.6 to 1.3% സിലിക്കോണും കാണും. ഓക്കെ, പിന്നെ മെഷീൻ ടൂൾസും അണ്ടർഗ്രൗണ്ട് പൈപ്പ്സും പിന്നെ സിലിണ്ടർ ബ്ലോക്സ് ഓഫ് എൻജിൻസും ഹൗസ് ഹോൾഡ് ആപ്ലിക്കേഷൻസിലൊക്കെ ഗ്രേ കാസ്റ്റ് അയൺ യൂസ് ചെയ്യും. മാലിബിൾ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞു. മാലിബിൾ കാസ്റ്റ് അയൺ വന്നിട്ട്
അതിന് ഹൈ ഈൽഡ് സ്ട്രെങ്ത്തും കാണും, പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷനും കാണും. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് നേരം ചൂട് താങ്ങാനായിട്ട് പറ്റും. ഓക്കെ, അതിനാണ് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. ഇതിന് വന്നിട്ട് ഇതിൻ്റെ കോമ്പോസിഷൻ 2 to 3% കാർബൺ കാണും, 0.6 to 1.3% സിലിക്കണും കാണും. ഓക്കെ, ഇതെവിടെയെല്ലാം അപ്ലൈ ചെയ്യും? ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ അപ്ലൈ ചെയ്യും, റെയിൽ റോഡ്, പിന്നെ ക്രാങ്ക് ഷാഫ്റ്റ്, ഇലക്ട്രിക്കൽ ലൈൻ, ഹാർഡ്വെയർ എക്സെട്രയിലൊക്കെ മാലിബിൾ കാസ്റ്റ് അയൺ യൂസ് ചെയ്യും. അടുത്തത് വന്നിട്ട് നോഡുലാർ കാസ്റ്റ് അയൺ. ഇത് വന്ന് എക്സലൻറ്റ് കാസ്റ്റബിലിറ്റി ആൻഡ് വിയർ റെസിസ്റ്റൻസ്. വിയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ റെയിൽവേ എഞ്ചിനീയറിംഗിൽ ട്രെയിൻ പോകുമ്പോൾ സാൻഡാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ. ബല്ലാസ്റ്റിൽ സാൻഡ് യൂസ് ചെയ്യുമ്പം ഈ സാൻഡ് വന്നിട്ട് ഒരുപാട് വിയർ ആൻഡ് ടയർ റെയിലിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സാൻഡ് വന്നിട്ട് യൂസ് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ അതിന് ആ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്നത് വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേയ്മാനം. ഓക്കെ, അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വിയർ റെസിസ്റ്റൻസ് ഉള്ള അത് വന്നിട്ട് നോഡുലാർ കാസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ കോമ്പോസിഷൻ വന്നിട്ട് 3.2 to 4.2% കാർബൺ കാണും, 1.1 to 3.5% സിലിക്കണും കാണും. പിന്നെ ഇത് എവിടെയെല്ലാം അപ്ലൈ ചെയ്യും? പേപ്പർ ഇൻഡസ്ട്രീസിൽ, മെഷീനറിയിൽ യൂസ് ചെയ്യും, IC എൻജിൻസിൽ യൂസ് ചെയ്യും, വാൽവ്സിൽ യൂസ് ചെയ്യും, ഫിറ്റിങ്സ് കണക്ഷൻസ് ഫിറ്റിങ്സ് കൺസ്ട്രക്ഷൻ മാഷിനറിയിലൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ അടുത്തത് വന്നിട്ട് വൈറ്റ് കാസ്റ്റ് അയൺ വന്നിട്ട് വൈറ്റ് സ്ട്രക്ചർ വിത്ത് ബ്രോക്കൺ സർഫേസ്. ഓക്കെ, കാർബൺ ബോണ്ടഡ് വിത്ത് അയൺ ടു ഫോം അയൺ കാർബൈഡ്. ഓക്കെ, അയണിൻ്റെ കൂടെ കാർബൺ ബോണ്ട് ആവും. ഓക്കെ, അപ്പോൾ എന്താവും? അയൺ കാർബൈഡ് ഉണ്ടാവും. ഇത് വന്നിട്ട് ഹാർഡും ബ്രിട്ടിലും ആയിരിക്കും, എന്നിട്ട് അബ്രഷൻ റെസിസ്റ്റൻറ്റും ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ കോമ്പോസിഷൻ വന്നിട്ട് 1.8 to 3.6% കാർബൺ ആയിരിക്കും, 0.5 to 2% സിലിക്കണും ആയിരിക്കും. ഓക്കെ, ഫോർ പ്രൊഡ്യൂസിങ് അയൺ കാസ്റ്റിങ്സിൽ വന്നിട്ട് വൈറ്റ് കാസ്റ്റ് അയൺ യൂസ് ചെയ്യും. സ്റ്റീൽ എന്ന് പറഞ്ഞതിന് ഒരു അലോയാണ്, കാർബണും അയണും ആയിട്ട് ചേർന്ന് വരുന്ന അലോയ്ക്ക് പറയുന്നതാണ് സ്റ്റീൽ. ഈ സ്റ്റീൽ വന്നിട്ട് കാർബൺ വന്നിട്ട് 0.1 to 1.5%ലാണ് സ്റ്റീൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെഡ് സ്റ്റീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന കാർബണിൻ്റെ പെർസെൻറ്റേജ് 0.05 to 0.15. ഇത് വന്നിട്ട് സ്റ്റീൽ വയേഴ്സും ഷീറ്റ്സും റിവട്സും പിന്നെ സ്ക്രൂസ് പൈപ്സ് എക്സെട്രയ്ക്കൊക്കെ വന്നിട്ട് ഡെഡ് സ്റ്റീൽ യൂസ് ചെയ്യും. മൈൽഡ് സ്റ്റീൽ വിത്ത് കാർബൺ പെർസെൻറ്റേജ് 0.15 to 2 ആണെങ്കിൽ അത് വന്നിട്ട് ക്യാം ഷാഫ്റ്റ്, ഫാൻ ബ്ലേഡ്സ്, ഫോർജിങ്സിലൊക്കെ യൂസ് ചെയ്യും. മൈൽഡ് സ്റ്റീൽ വിത്ത് കാർബൺ പെർസെൻറ്റേജ് 0.2 to 0.3 വന്നിട്ട് വാൽവ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. ഗിയേഴ്സ് പിന്നെ റെയിൽവേ ആക്സിൽസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് മൈൽഡ് സ്റ്റീൽ വിത്ത് കാർബൺ 0.2 to 0.3 യൂസ് ചെയ്യും. മീഡിയം കാർബൺ സ്റ്റീലിൽ വന്നിട്ട് കാർബണിൻ്റെ പെർസെൻറ്റേജ് 0.35 to 0.7 ആണെങ്കിൽ ഇത് വന്ന് കണക്റ്റിംഗ് റോഡ്സ്, വയേഴ്സ്, റോഡ്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. പിന്നെ ക്യാം ഷാഫ്റ്റ്, ക്ലച്ച് പ്ലേറ്റ്സ്, വാൽവ്, സ്പ്രിങ്സ് ഒക്കെ വന്നിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റീൽ യൂസ് ആകും. ഓക്കെ, ഹൈ കാർബൺ സ്റ്റീൽ വന്നിട്ട് കാർബണിൻ്റെ പെർസെൻറ്റേജ് 0.7 to 1.5%. ഇത് വന്നിട്ട് ചിസിൽ, ഡ്രില്ല്, ബിറ്റ്സ്, പിന്നെ വന്നിട്ട് ജോസ് ഓഫ് വൈസേഴ്സ്, ഹാക്സോ, റെയിൽവേ റെയിൽസ്, പഞ്ചസ് ആൻഡ് ഡൈസ്, ലീവ് സ്പ്രിങ്സ്, മെഷീൻ ടൂൾസ്, നൈവ്സ്, റീമേഴ്സ്, ഫയൽസ് ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് ഈ സ്റ്റീൽ യൂസ് ചെയ്യും. ഓക്കെ, അടുത്തത് വന്നിട്ട് ഇത് അലോയ്സ് പറ്റി തന്നെയാണ്. ബ്രാസിൻ്റെ അലോയുടെ കോമ്പോസിഷനാണ് കോപ്പറും സിങ്കും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെ ഉണ്ടാക്കും? അതാണ് കോയിൻസ്, ഫർണിച്ചർ. ഓക്കെ, ബ്രോൺസ് വന്നിട്ട് അതിൻ്റെ കോമ്പോസിഷൻ കോപ്പറും ടിന്നും ആണ്. ഓൾഡ് ആർക്കിടെക്ചറൽ വെസൽസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ബ്രോൺസ് യൂസ് ചെയ്യും. ഈ ബ്രാസും ബ്രോൺസും പലപ്പോഴായിട്ട് നമുക്ക് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ മാക്സിമം പേര് ബ്രോൺസ് വന്നിട്ട് സിങ്ക്, കോപ്പറും സിങ്ക് ആണെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. പക്ഷെ എങ്ങനെയാണെന്ന് പെട്ടെന്ന് ഓർത്ത് വയ്ക്കുക, ഞാൻ പറഞ്ഞുതരാം. ബ്രാസിൽ വന്ന് ഇസഡ് ഇല്ല, ഇസഡ് ഇല്ലെങ്കിൽ അതിൽ വന്നിട്ട് സിങ്ക് ഉണ്ട്, അപ്പോൾ സിങ്കിൽ ഇസഡ് ഉണ്ട്. ഓക്കെ, ബ്രോൺസിൽ ഇസഡ് ഉണ്ട്, അപ്പം ടിന്നിൽ എന്തായിരിക്കും? ഇസഡ് ഇല്ല. അപ്പം അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഓക്കെ,
അടുത്തതൊന്ന് ഫോസ്ഫറസ് ബ്രോൺസ്. അത് വന്നിട്ട് ബ്രോൺസ് ഡീഓക്സിഡൈസ്ഡ് വിത്ത് ഫോസ്ഫറസ് 0.35%. ഇത് വന്നിട്ട് എവിടെയെല്ലാം ആപ്ലിക്കേഷൻ ചെയ്യും? ബിയറിങ്സ്, പമ്പ്സ്, സ്പ്രിങ്സ്, ഗിയേഴ്സ് എക്സെട്ര. ഗൺ മെറ്റൽ വന്നിട്ട് കോപ്പർ, ടിന്ന്, സിങ്ക്. ഓക്കെ, ഗണ്ണിൽ യൂസ് ചെയ്യുന്ന മെറ്റലാണ് ഗൺ മെറ്റൽ. ഓക്കെ, ബിയറിങ്സ്, വാൽവ്സ്, ഗിയേഴ്സിലൊക്കെ വന്നിട്ട് ഗൺ മെറ്റൽ യൂസ് ചെയ്യും. ബാമ്പിറ്റ് മെറ്റൽ അടുത്ത പേരാണ് വൈറ്റ് മെറ്റൽ. അത് വന്നിട്ട് ഹൈ ടിൻ അലോയ്, 88% ടിൻ ആയിരിക്കും, 8% ആൻറ്റിമണി ആയിരിക്കും, 4% കോപ്പർ ആയിരിക്കും. പിന്നെ ഹൈ ലെഡ് അലോയ് വന്നിട്ട് 75% ആയിരിക്കും. പിന്നെ അതിൽ വന്നിട്ട് 75% ലെഡ് കാണും. പിന്നെ 15% ആൻറ്റിമണിയും 10% ടിന്നും കാണും. ഓക്കെ, ലെഡ് ബേസ്ഡ് മീഡിയം ലോഡ്സ് സച്ച് ആസ് ഫ്ലൈറ്റ് ആപ്ലിക്കേഷൻ, ടിൻ ബേസ്ഡ് ഹയർ ലോഡ്സ്, ഹൈ സ്പീഡ് എൻജിൻസ്, ടർബൈൻസ് എക്സെട്ര. ഇവിടെ എല്ലാം വന്നിട്ട് ബാമ്പിറ്റ് മെറ്റൽ യൂസ് ചെയ്യും. അൽനിക്കോ വന്നിട്ട് അതിൻ്റെ കോമ്പോസിഷൻ അയൺ, അലുമിനിയം, നിക്കൽ, കോബാൾട്ട് ആണ്. ഓക്കെ, മാഗ്നറ്റ്സ്, ലൗഡ് സ്പീക്കറിൽ യൂസ് ചെയ്യുന്ന മാഗ്നറ്റ്സിന് വന്നിട്ട് ഈ ഒരു മെറ്റൽ അപ്ലൈ ചെയ്യും. ഓക്കെ, ഡുറാമിൽ അലുമിനിയം വന്നിട്ട് അലുമിനിയം, കോപ്പർ, മെഗ്നീഷ്യം, മാംഗനീസ്. ഓക്കെ, അതിൻ്റെ കോമ്പോസിഷൻ. ഇത് എവിടെ അപ്ലൈ ചെയ്യും? എയർക്രാഫ്റ്റ് ബോഡി പാർട്സ്, മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് എക്സെട്രയിലൊക്കെ വന്നിട്ട് ഡുറാമിൽ അലുമിനിയം യൂസ് ചെയ്യും. നിക്രോം വന്നിട്ട് എവിടെയെല്ലാം അപ്ലൈ നിക്രോമിൻ്റെ കോമ്പോസിഷൻ എന്താണ്? നിക്കൽ ആൻഡ് ക്രോമിയം. ഇന്ന് വന്ന് ഹീറ്റിംഗ് കോയിൽസ്, ഇഗ്നീഷൻ എക്യുപ്മെൻറ്റ്സിലൊക്കെ വന്നിട്ട് നിക്രോം യൂസ് ചെയ്യും. വൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നിട്ട് ഗോൾഡ്, പല്ലാഡിയം, സിൽവർ, കോപ്പർ. ഇത് ജ്വല്ലറിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, വുഡ് മെറ്റൽ വന്നിട്ട് ബിസ്മുത്ത്, ടിന്ന്, ലെഡ്, കാഡ്മിയം വന്നിട്ട് അതിൻ്റെ കോമ്പോസിഷൻ ആണ്. ഇതൊന്ന് ഷോൾഡറിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇതോടെ വന്നിട്ട് ക്ലാസ് കഴിയാണ്. അടുത്ത ക്ലാസ്സിൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് തന്നെയാണ്. മെറ്റൽ കാസ്റ്റിങ്സ്, ആപ്ലിക്കേഷൻസ്, ഗ്രാവിറ്റി ഓർ പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിങ്സ്, പ്രഷർ ഡൈ കാസ്റ്റിങ്സ്, സെൻട്രിഫ്യൂഗൽ കാസ്റ്റിങ്സ്, പിന്നെ ഡിഫെക്ട്സ് ഇൻ കാസ്റ്റിങ്സ് നോക്കാം. Thank you and all the best for your exams.